السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن، من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر طريق. അപ്പൊ എന്തായി, എല്ലാരും അറബി അടിച്ചോ? എല്ലാരും അറബി അടിച്ചോ? അറബി അടിച്ചോണ്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരിക്കും. അടിച്ചോണ്ടിരിക്കണം. കൊണ്ടിരുന്നാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ പഠിച്ചോ? അപ്പൊ ആദ്യം ഒരു മെസ്സേജ് ഇട്ടുണ്ട്, 1 മുതൽ 3 വരെയുള്ള പാഠം പഠിച്ചു എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് പഠിച്ചു തീർന്നവർ അവിടെ പോയിട്ട് അത് ക്ലിക്ക് ചെയ്യണം. പിന്നെ 4ഉം 5ഉം പഠിച്ചു തീർന്നവര് 4ഉം 5ഉം പഠിച്ചു തീർന്നോ എന്ന് രണ്ടാമത് ചോദിച്ചിട്ടുണ്ട്. അതും ഇടണം, എന്നാലേ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. യൂണിറ്റ് എന്നുള്ള പാടാണ് ഉദ്ദേശിക്കുന്നത്. അതെ, യൂണിറ്റ് എന്ന് പറഞ്ഞ പാഠം. അതായിട്ട് ഒരു കൺഫ്യൂഷൻ ആയി. അപ്പൊ അടുത്ത പ്രാവശ്യം ഒരു പാഠം ഒന്ന് വാക്കിടാം. ദർശനമില്ല, നമ്മള് അണ്ടർസ്റ്റാൻഡ് കൂടാൻ അങ്ങനെ യൂണിറ്റ് എന്ന് പറഞ്ഞ് ശീലിച്ചു വരാം. അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. അല്ല, ഇത്രയും പേർക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അല്ല, എന്റെ കാര്യം പറഞ്ഞു. സാറിന്റെ കാര്യം മാത്രമല്ല, ഈ ഉത്തരം പറയാത്ത വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. സാറില്ല, അത് ഡസന്റ് മാറ്റർ. ഓപ്പൺ ഉത്തരം പറയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോഴും മെസ്സേജ് ഇട്ടിരിക്കുന്നത്, ഇന്നലത്തെ മെസ്സേജിൽ 4ഉം 5ഉം പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേ 20 പേര് യെസ് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. 21 പേര് യെസ് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. 38 പേര് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ബാക്കിയും കുറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെയും കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ആരും പഠിച്ചിട്ടിരിക്കുന്നവര്. കുറെ അധികം ആൾക്കാർ. റഷീദ് സാറിന്റെ അടുത്താണല്ലോ ആൾക്കാർ വേറെ ഉണ്ടാക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 5 വരെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഞാൻ ദുബൈയിലാണുള്ളത്. ആകെ യാത്രയിലാണ്, അതിന്റെ ഇടയിലാണ് ഈ പഠിപ്പ് നടക്കുന്നത്. അപ്പൊ അതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പഠനം. കാരണം യു ആർ വർക്കിംഗ്, യൂട്ടിലൈസിംഗ് ദീസ് വൊക്കാബുലറീസ്, ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒരുപാട് പേപ്പേഴ്സ് അവിടെ കിട്ടും, ഒരുപാട് സൈൻ ബോർഡുകൾ കിട്ടും, ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷ് വായിക്കാറില്ല അവിടെ. ഇംഗ്ലീഷ് വായിക്കാതെ അറബി തന്നെ വായിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ വെയിറ്റ് ചെയ്യും. അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ആയിരിക്കും, പോസ്റ്റ് ഓഫീസ് ആയിരിക്കും, ഹോസ്പിറ്റൽ ആയിരിക്കും, അവിടെ ബൈലിംഗൽ നോട്ടീസ് കിട്ടും. അല്ലെങ്കിൽ 2 നോട്ടീസ് ഉണ്ടാവും, ഒന്ന് ഇംഗ്ലീഷിലുണ്ടാവും, ഒന്ന് അറബിയിലുണ്ടാവും. അല്ലെങ്കിൽ 2 അപ്പുറം ഇപ്പുറവും ലാംഗ്വേജ് ഉണ്ടാവും. അപ്പൊ അപ്പുറം ഇപ്പുറം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സംഭവം. ഡൗട്ടുള്ളത് അപ്പുറം നോക്കുക. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇത്രയും ആൾക്കാർ കവർ ചെയ്യാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ 1 മുതൽ 5 വരെ റിവൈസ് ചെയ്യണം. 1 മുതൽ 5 വരെ റിവൈസ് ചെയ്യണം. അപ്പോ ഒന്നാമത്തെ പാഠത്തില് നമ്മൾ എന്താണ് പാഠത്തിന്റെ കൺസെപ്റ്റ്, നമ്മൾ അതിൽ വേറെ ഒരുപാടൊന്നും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയണം. റഷീദ് സാർ മാത്രമല്ല, ഇപ്പൊ പാഠപുസ്തകം കാണുന്നുള്ള എല്ലാവർക്കും പാഠപുസ്തകം കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ?
അപ്പൊ ആ ദർസുൽ അവലിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹാദ എന്ന് ചൂണ്ടി പറയാനുള്ള ഭാഗമാണ് ഇത്, വേറെ ഒന്നും ചെയ്യാനില്ല. ഹാദ എന്ന് ചൂണ്ടി പറയണം. അപ്പൊ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് അടുത്തുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മൾ അൽ ഇല്ലാത്ത നൗണാണ് അവിടെ പഠിച്ചത്. നമ്മൾ അല്ലിന്റെ പാഠം പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നമുക്ക് പറയാം അൽ ഇല്ലാത്ത പാഠമാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ അൽ ഇല്ലാത്ത നാമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? ഉൻ ഉണ്ടാകും, തൻവീൻ. അപ്പൊ ഹാദാ ബൈത്തുൻ, ഹാദാ മസ്ജിദുൻ, ഹാദാ ബാബുൻ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എനിബഡി? ഇല്ല. സംശയം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ ചാടിക്കയറി പറയണം എനിക്ക് മനസ്സിലായില്ല. ഒന്നാമത്തെ പാഠത്തിൽ ആദാ പറഞ്ഞത്. ആദാ ഉപയോഗിച്ച ഒരു വാക്കിനെ കുറിച്ച് പറയണം. അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള നൗണുകളാണ് നമ്മൾ അതിൽ പഠിച്ചത്. അപ്പൊ അതുപോലുള്ള വാക്കുകളെല്ലാം നമുക്ക് ഹാദാ ഇതാന്ന് പറയാം, ഹാദാ വലദിൻ പറയാം, ഹാദാ റജുലിൻ പറയാം. അതുപോലുള്ള വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചു. അപ്പൊ നമുക്ക് പറഞ്ഞു പഠിക്കാൻ വേണ്ടി കുറെ വാക്കുകൾ അതിൽ തന്നിരിക്കുന്നു. ആ വാക്കുകളും നമ്മൾ പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത്രയും വൊക്കാബുലറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ പച്ച മലയാളത്തിലും അറബിയിലും ഉള്ളത് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ. അതിന്റെ യൂണിറ്റ് 1 അഥവാ ദർസുൽ അവലിലെ 2ാം ഭാഗം. ദർസുൽ അവലിലെ 2ാം ഭാഗം മഹാദ എന്നിരിക്കും. അപ്പൊ എന്താണ് ഇത്, അല്ലെങ്കിൽ ഇത് എന്താണ്? മഹാദ, ഇതെന്താണ്? അപ്പോ ഒന്നാം ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് ഹാദ എന്ന് പറയാനാണ് പഠിച്ചത്. ഹാദ കലമുൻ. അപ്പൊ നമ്മള് സാധാരണ നാമങ്ങളാണ് നമ്മൾ ഇത് പറഞ്ഞത്, അല്ലില്ലാത്ത നാമങ്ങളാണെന്നും പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇതെന്താണ് എന്ന് ചോദിക്കുന്നു. ഇതെന്താണ് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ, ക്ലാസ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ബസ് പോവും, അപ്പുറത്തുള്ള കാർ പോവും, അപ്പുറത്തിട്ട് പോവും, അത് നമ്മൾ നോക്കണ്ട. ഓക്കെ. 2ാം ഭാഗത്തിൽ എന്താ പറഞ്ഞത്? എന്താണ് ഇത് എന്ന് ചോദിക്കണം. അപ്പോൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നയാള് ഇത് ഇതാണ് എന്ന് പറയും. അപ്പൊ ഇത് ഇതാണ് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചു. അതേപോലെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടത് ഇതെന്താണ് എന്ന് ചോദിക്കാൻ. അപ്പൊ എന്താണെന്നുള്ളത് എന്താ വാക്ക്? മ എന്നാണ് എന്ത് എന്നതിന്റെ വാക്ക് മ. അപ്പൊ ചോദിക്കുന്നു മഹാദ. ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറയും. തൊട്ടടുത്ത് പള്ളി ജമാഅത്തി കാമത്തോടത്ത് ഞാൻ ഉസ്താദിനനുസരിച്ച് ജമാഅത്തിന് പോണില്ല കേട്ടാ. ഏത് വക്കത്താണ്? അത് ഏഷ്യാണ്, കുഴപ്പമില്ല. പടച്ചോൻ അതിന്റെ ഗുണം തരുമല്ലോ. അല്ല, അത് നമ്മൾ കോമൺ ആയിട്ട് നിങ്ങളൊരു യാത്രയിലാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും ഫ്ലൈറ്റിലാണ്, അപ്പൊ എന്താ മാറ്റി വയ്ക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുകാരോട്, അടുത്തുള്ളവരോട്, സുഹൃത്തുക്കളോട്, അവർ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാം. ഞാൻ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് വരും, നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഇത് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി നടത്തുന്ന ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇഷാസിരിക്കുന്നു, അപ്പൊ ഞാൻ എന്റെ സ്വാർത്ഥം, അപ്പൊ ഞാൻ ക്ലാസ് ജമാഅത്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതായത് ഞാൻ ഒരുപാട് നോക്കിയതാണ്, എങ്ങനെയായിരുന്നാലും ജമാഅത്ത് സമയം ഇടയിൽ വരും. അപ്പൊ പിന്നെ നോക്കുന്നത് പരമാവധി മഗ്‌രിബ് നമസ്കാരം വരാത്ത രീതിയിൽ നോക്കുക. മഗ്‌രിബ് നമസ്കാരം നീട്ടി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ. നമ്മൾ ഇതിലെ ബ്രേക്ക് വിട്ടു. അതായത് നമ്മൾ ഈ ഇടയ്ക്ക് വേറെ വിഷയം കയറി വന്നാൽ ഈ റിവിഷന്റെ ടച്ച് വിട്ടു. 2ാം ഭാഗം യൂണിറ്റ് 2ാം ഭാഗം 1ന്റെ 2ാം ഭാഗത്തിൽ ഇതെന്താണ് എന്ന് ചോദിക്കണം. അല്ല, നിങ്ങൾ സുഖത്തോടെ ഇരുന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആർക്കാണ് സുഖമില്ലാത്തത്? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ടച്ച് വിട്ടു. നിങ്ങൾ പിന്നെ നമ്മൾ കോഴ്സ് സമയബന്ധിതമായിട്ടൊന്നും തീർക്കാൻ പറ്റില്ല. സമയബന്ധിതം എന്ന് പറഞ്ഞാൽ അത് സമയബന്ധിതമായിട്ട് കോഴ്സ് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ്.
അതായത് നമ്മൾ എന്തുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കണം 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 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ സമയബന്ധിതമായി തീർത്തെങ്കിൽ മാത്രമേ ആ പണി കൊണ്ട് ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം, അധ്വാനം, പണം വേസ്റ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന സംഗതിയിൽ ഫോക്കസ് ചെയ്തിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തൂടെ പ്രകടനം പോവും, അപ്പുറത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാകും, കുട്ടികൾ ഉച്ചുണ്ടാക്കും. നമ്മൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന അല്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവുമില്ല. കുറെ ആൾക്കാർ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ എനിക്ക് ഓരോരുത്തരെയും ഓരോ സമയത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു മോണിറ്റർ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ചില അപശബ്ദങ്ങൾ വന്നാൽ എനിക്ക് അത് ചിലപ്പോൾ ഇപ്പൊ ഞാൻ എവിടെ നിന്നാണ് ശബ്ദം വന്നത് എനിക്ക് മനസ്സിലായി, അവിടെ അദ്ദേഹത്തിന്റെ പരിധിക്ക് അപ്പുറത്താണ് ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് വോയിസ് ഓഫ് ചെയ്യാറുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ കൺട്രോളിന് അപ്പുറത്താണ് എന്ന് സംഭവം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് നമ്മുടെ വിഷയം, സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുക. ഫോക്കസ് ചെയ്തിരുന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വീണ്ടും പറയും, വീണ്ടും വന്നേ നമ്മൾ വീണ്ടും പറയേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കുക സംഭവം. അപ്പോ യൂണിറ്റ് 1 ഒന്നാം ഭാഗത്തിൽ എന്താ പറഞ്ഞത്? ഈ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ശബ്ദം കേട്ടെന്ന് പറഞ്ഞ ആള് പറഞ്ഞു അദ്ദർസുൽ അവ്വല് ഭാഗം 1 എന്ത് പറഞ്ഞു? ആരുമില്ല. ശബ്ദം കേട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കാനില്ല. ആരെങ്കിലും ഒരാൾ പറയും. ഈ ആദ ഉപയോഗിച്ച ഒരു വസ്തുവിന്റെ പേര് പറയാൻ പഠിച്ചു. ഇതാണ് ഒന്നാം ഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. അതിൽ എന്തെല്ലാം വക്കാബുലറി പഠിച്ചു, ആ വാക്ക് എപ്പോഴും ചോദിച്ചാലും അത്ര അറിഞ്ഞിരിക്കും. അതിന്റെ രണ്ടാം ഭാഗത്തിൽ ഇത് എന്താണ് എന്ന് ചോദിക്കാൻ പഠിച്ചു. ഇത് എന്താണ് എന്ന് ചോദിക്കാൻ പഠിച്ചു. മഹാദ, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോ നേരത്തെ പറഞ്ഞ ഉത്തരമാണ് ആ വാക്ക് എന്നെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം. അതാ ബൈത്തുൻ, അതാ കിതാബൻ, ഇതൊക്കെ നമ്മൾ പറയാം. അതോടൊപ്പം രണ്ടാം ഭാഗത്തിലുള്ള മറ്റൊരു സംഗതിയാണ് ഇതാണോ എന്ന് ചോദിക്കുക. അതിനെന്ത് പറയും? ആ ആണോ ഉണ്ടോ എന്ന് വാക്ക്. ആ അപ്പം അതാന്ന് വെച്ചാൽ ഇത് ആണോ? അതാ ബൈത്ത് എന്ന് വെച്ചാൽ ഇതൊരു വീടാണോ? അതാ കലം എന്ന് വെച്ചാൽ ഇതൊരു പേനയാണോ? അതാ കമീസ് ഇതൊരു ഷർട്ടാണോ? അപ്പൊ മറുപടിയിൽ എന്ത് പറയാം? ഞാൻ എന്ന് പറഞ്ഞാൽ യെസ് ഇറ്റ് ഈസ്. അപ്പൊ അതാണെങ്കിൽ ഞാൻ എന്ന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ലാ നോ എന്ന് പറയണം. അപ്പൊ അതാ ബൈത്തിൻ എന്ന് ചോദിച്ചു, ഇത് ബൈത്ത് ആണെങ്കിൽ ഞാൻ അതാ ബൈത്തിൻ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഒരു ബ്രേക്ക് കൊടുക്കണം. ആൻസർ പറയുന്നത് ഞാൻ എന്ന് പറയും, യെസ് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ യെസ് പറഞ്ഞിട്ട് ഒരു ബ്രേക്ക് കൊടുക്കണം. ഞാൻ അതാ ബൈത്തുൻ. അതല്ലെങ്കിൽ എന്ത് ചോദിച്ചു? അഹദ മിഫ്താഹുൻ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അഹദ സരീറിൻ എന്ന് ചോദിച്ചു. ഒരു കസേര കാണിച്ചിട്ട് അഹദ സരീറിൻ എന്ന് ചോദിച്ചു. അപ്പൊ അതല്ല എങ്കിൽ എന്ത് പറയണം? ലാ അതാ കുർസിയ്യിൻ. ഇത് സരീർ അല്ല എന്ന് പറയാനല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത് എന്താണ് എന്ന് കറക്റ്റ് ചെയ്ത് പറയാനാണ് പഠിക്കുന്നത്. അതല്ല എന്ന് പറയാൻ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ പഠിക്കുന്നത് അതാ സരീറിൻ എന്ന് ചോദിച്ചപ്പോൾ ലാ അതാ കുർസിയിൻ, അല്ല ഇതൊരു കസേരയാണ് എന്ന് തിരിച്ചു പറയാനാണ് പഠിക്കുന്നത്. അഹദ മിഫ്താഹൻ ചോദിച്ചപ്പോൾ ലാ അതാ കലമുൻ, ഇതൊരു പേനയാണ് എന്ന് പറയാൻ പഠിച്ചു. അതോടൊപ്പം ഇവിടെ ഹാദ എന്തിനോടൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അതാ എന്തിനോടൊക്കെ ഉപയോഗിച്ചു. ഇവിടെ എന്ത് ചെയ്തു? നോക്കുമ്പോഴത്തേക്ക് ഹാദ ബൈത്ത് എന്ന് പറഞ്ഞപ്പോ ബൈത്ത് എന്താണ്? വീട് എന്താണ്? വീട് ഒരു ഉറച്ച വസ്തുവാണ്, ഒരു ഉറച്ച വസ്തുവാണ്. അതിന്റെ കൂടെ എന്ത് ഉപയോഗിച്ചു? ഹാദ എന്ന വാക്ക് ഉപയോഗിച്ചു. മസ്ജിദ്, ബാബ്, കിതാബ്, കലം, മിഫ്താഹ്, മക്തബ്, സരീർ, കുർസി, ഇതെല്ലാം എന്താണ്? ഒരു ഉറച്ച വസ്തുക്കളാണ്. വീണ്ടും ബൈത്ത്, കമീസ്, കുർസി, കലം. അതേപോലെ ആകാശത്തുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞു, നജ്ം. അപ്പൊ എല്ലാത്തിനും എന്ത് ചെയ്തു? ഹാദ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അതിന്റെ എക്സസൈസും പറഞ്ഞു. അതിന്റെ എക്സസൈസ് നമ്മൾ ഇപ്പം വായിക്കാൻ പോകുന്നില്ല. ഇനി
അതേപോലെ നമ്മൾ ഇത്രയും പഠിച്ച വാക്കുകൾ പത്താം കസറൊന്നും ഇല്ലാതെയും വായിക്കാൻ പറ്റും. റഷീദ് സാർ ഒന്ന് വായിച്ചു നോക്കിയത് ഈ എഴുതിയിരിക്കുന്ന ഭാഗം. എനിബഡി? യെസ്. അടുത്തത് അടുത്തത് ഓക്കെ. എല്ലാവർക്കും അത് നമ്മുടെ പത്താം ക്ലാസ് ഇല്ലാതെ നമുക്ക് വായിക്കാൻ പറ്റും. ഇതാണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് അതിന്റെ നെക്സ്റ്റ് അടുത്ത ഘട്ടം ദർസുൽ അവ്വലിലെ തന്നെ അടുത്ത ഘട്ടം. അടുത്ത ഘട്ടത്തിൽ എന്താ പറയുന്നത്? അതെ, മൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ നമ്മൾ ചോദിച്ചത് മാ ഉപയോഗിച്ചിട്ടാണ്. ഖരപദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മാ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി മൻ ഉപയോഗിച്ച് പറയുന്നു. മൻ ഉപയോഗിക്കുന്നത് ആരോടൊപ്പമാണ്? മൻ ഉപയോഗിക്കുന്നത് ആരോടൊപ്പമാണ്? ആളുകളുടെ ഒപ്പം. ഹ്യൂമൻ ബീയിങ്ങിനോടൊപ്പമാണ്. മനുഷ്യരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഖരപദാർത്ഥത്തെ കുറിച്ച് മൻ ഹാദാന്ന് ചോദിക്കില്ല. ഒരു ബൈത്തിനെ കാണിച്ച്, ഒരു ബാബിനെ കാണിച്ചിട്ട്, ഒരു ബൈത്തിനെ കാണിച്ച് ഒരു കലമിനെ കാണിച്ചിട്ട് മൻ ഹാദാന്ന് ചോദിക്കില്ല. മനുഷ്യനാണെങ്കിൽ മാ ഹാദാന്ന് ചോദിക്കില്ല. മറിച്ച് എന്താണ്? മനുഷ്യനാണെങ്കിൽ മൻ ഹാദാ ചോദിക്കുക. അപ്പൊ അതാണ് ഹാദാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അയാള് തബീബാണെന്ന് പറയാം. അതാ വലതിൻ. അപ്പൊ അയാളുടെ തബീബ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? തബീബ് എന്താ അർത്ഥം? തബീബ് ഡോക്ടർ. അപ്പൊ അയാളുടെ പ്രൊഫഷൻ ആണ് പറഞ്ഞത്. ഇവിടെ മൻഹാദെന്ന് ചോദിച്ചപ്പോ അയാൾ ആരെന്നാണ് പറഞ്ഞത്? അത് കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ പിന്നെ പറഞ്ഞു മൻഹാദ എന്ന് ചോദിച്ചപ്പോ ഇതൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അയാള് എന്ത് ചെയ്യുന്ന ആളാണ് എന്ന അർത്ഥത്തില് ആണ് തബീബും താലിബും ഒക്കെ പറഞ്ഞത്. താലിബും സ്റ്റുഡന്റ്. പിന്നെ വന്നിട്ട് അഹാദ വലതുൻ. നേരത്തെ ചോദിച്ചു അഹാദ ബൈത്തിൻ എന്ന് ചോദിച്ചത് പോലെ തന്നെ അഹാദ വലതുൻ എന്ന് ചോദിക്കാം. അഹാദ ബൈത്തിൻ എന്ന് ചോദിച്ചത് പോലെ തന്നെ അഹാദ വലതുൻ. ഇപ്പം ഹാദ എന്നത് ഉറച്ച വസ്തുവിനും ഹ്യൂമൻ ബീയിങ്ങിനും ഒന്ന് തന്നെയാണ്. അപ്പൊ അഹാദ ബൈത്തിൻ എന്ന് ചോദിച്ചതുപോലെ തന്നെ അഹാദ വലതിനെന്നും ചോദിക്കാം. അപ്പൊ നേരത്തെ തിരിച്ച് പറഞ്ഞു അഹാദ കുർസീൻ എന്ന് ചോദിച്ചപ്പോ അഹാദ ശരീർ എന്ന് ചോദിച്ചപ്പോ അഹാദ കുർസീൻ എന്ന് പറഞ്ഞതുപോലെ അഹാദ വലതിൻ എന്ന് ചോദിച്ചാൽ ലാ റജുലുൻ എന്ന് പറയാം. നിങ്ങൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. നേരത്തെ പറഞ്ഞു അപശബ്ദം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മറ്റുള്ളവരോട് സംസാരിക്കാൻ. അഹാദ വലതിൻ എന്ന് ചോദിച്ചു. അപ്പോൾ ലാ റജുലുൻ എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ അത് അഹാദ കലമൻ എന്ന് ചോദിച്ചപ്പോ അഹാദ ശരീർ എന്ന് ചോദിച്ചപ്പോ അഹാദ കുർസീൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അഹാദ വലതെന്ന് ചോദിച്ചപ്പോൾ ലാ റജുലുൻ എന്ന് പറഞ്ഞു. ഇനി അപ്പൊ അതാണ് ഈ പാഠത്തില് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പൊ മാ ഹാദ എന്നാണ് ഉറച്ച വസ്തുക്കളെ കുറിച്ച് ചോദിച്ചത്. അപ്പോ ഹാദ മസ്ജിദ് എന്ന് മറുപടി പറഞ്ഞു. മൻ ഹാദ എന്നാണ് മനുഷ്യനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അയാളുടെ അത് കുട്ടിയാണെങ്കിൽ കുട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷൻ, അയാളുടെ ജോലി, അയാൾ ചെയ്യുന്ന എന്താണ് അതനുസരിച്ചും പറയാം. അപ്പോ ഇവിടെ ഇരിക്കുന്നത് അത് താജിറുൻ എന്ന് പറഞ്ഞു. താജിർ എന്താ അർത്ഥം? കച്ചവടക്കാരൻ. നെക്സ്റ്റ് വരാൻ പോകുന്നത് അപ്പൊ ഉറച്ച വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു, പിന്നീട് മനുഷ്യനെ ഹ്യൂമൻ ബീങ്ങിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ആനിമൽസിനെ കുറിച്ച് പറയാം. അപ്പോ അപ്പൊ ഇതൊരു നായയാണ്. അപ്പൊ അതാ ബൈത്തിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതാ റജുലുൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതാ കൽബുൻ എന്നും പറയാം. ഓക്കെ. അടുത്ത ചോദ്യം അഹാദ കൽബുൻ. അതാ കിത്തുൻ. അല്ല, ഇതില് പൂച്ചയാണ്. ദിസ് ഈസ് എ ക്യാറ്റ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ അഹാദ റജുലുൻ എന്ന് ചോദിച്ചപ്പോ അഹാദ വലൻ എന്ന് ചോദിച്ചപ്പോ അഹാദ റജുലുൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അഹാദ കൽബുൻ എന്ന് ചോദിച്ചപ്പോ അഹാദ കിത്തുൻ എന്ന് പറയാം. അതിന് വ്യത്യാസമില്ല. അപ്പൊ അതാ ഉപയോഗിച്ചിട്ട് കുറച്ച് ആനിമൽസിന്റെ വാക്കുകൾ പഠിക്കുക. അപ്പോ അതാ ഹിമാറുൻ, അതാ ഹിസാനുൻ, അതാ ജമലുൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു.
അപ്പോ ഇതിന്റെ ഇടയിൽ നമ്മൾ വാ ഉപയോഗിക്കാൻ പഠിച്ചു. വാ ഉപയോഗിക്കും. വാ എന്ന് പറഞ്ഞാൽ ആൻഡ്. അപ്പോ വമാ ഹാദ ആൻഡ് വാട്ട് ഈസ് ദിസ്. വമാ ഹാദ ആൻഡ് വാട്ട് ഈസ് ദിസ്. അതാ ജമൽ. അപ്പോ ഉറച്ച വസ്തുക്കളെ പോലെ തന്നെ ആനിമൽസിനും എന്താ ഉപയോഗിക്കുക? മാ എന്ന വാക്കാണ് ഉപയോഗിക്കുക. മാ എന്ന വാക്കാണ് ഉപയോഗിക്കുക. വമാ ഹാദ, ഇതെന്താണ്? അപ്പൊ മൻ ഹാദ എന്നല്ല ആനിമൽസിനും ജന്തുക്കൾക്കൊക്കെ പറയുന്നത്, മറിച്ച് എന്താ പറയേണ്ടത്? മാ ഹാദ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പക്ഷികളെ കുറിച്ചും പക്ഷികൾക്കും എന്താ പറയേണ്ടത്? മാ എന്നാണ് ഉപയോഗിക്കുന്നത്. മാ ഹാദ. അപ്പോ അതാ ബീക്കും. ബീക്ക് എന്താണ്? പൂവൻകോഴി. പൂവൻകോഴി. പിന്നെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മൻ ഹാദ. അപ്പോ അധ്യാപകനാണെങ്കിൽ മുദരിസൻ, അയാൾ ചെയ്യുന്ന പണി വെച്ചുകൊണ്ട് ഓക്കെ. പിന്നെ അത് സംബന്ധമായ എക്സസൈസുകളാണ്. എക്ര വക്തുവിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉറപ്പായല്ലോ? പാഠം ഒന്നിൽ പറഞ്ഞ മാ ഉപയോഗിക്കുന്നത് ആനിമൽസിനോടൊപ്പം എന്ത് ഉപയോഗിക്കണം? ഹ്യൂമൻ ബീയിങ്ങിനോടൊപ്പം എന്ത് ഉപയോഗിക്കണം? ഉറച്ച ഖരപദാർത്ഥങ്ങളോടൊപ്പം എന്ത് ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പാഠത്തിൽ ഹാദയാണ് പഠിച്ചത്. രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ജാലിക്ക. അതാ ഇത് ജാലിക്ക അത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും മാജാലിക്ക. അപ്പൊ അകന്ന വസ്തുവാണ്. അപ്പൊ ഇവിടെ മാ ഉപയോഗിച്ച് പറയുന്നത് ഉറച്ച വസ്തുക്കളെ കുറിച്ച് മാ ഉപയോഗിച്ച് പറഞ്ഞു. അപ്പോ ഹദ മസ്ജിദുൻ, ഹദ മസ്ജിദുൻ വജാലിക ബൈത്തുൻ, ആൻഡ് ദാറ്റ് ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. ഓക്കെ. അപ്പോ ഹദ ഹിസാനുൻ ജാലിക ഹിമാർ. അപ്പോ ഹദ ഉപയോഗിച്ചതുപോലെ തന്നെ ജാലിക്കയും ഉപയോഗിക്കാം. ഹദ ജീവനുള്ള വസ്തുക്കൾക്ക് ഉപയോഗിച്ചു, ഉറച്ച വസ്തുക്കൾക്ക് ഉപയോഗിച്ചു, മനുഷ്യന് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ജാലിക്ക ഇത് മൂന്നിനും ഉപയോഗിക്കാം. ഉറച്ച വസ്തുക്കൾക്കും ജന്തുക്കൾക്കും അതേപോലെ ഹ്യൂമൻ ബീയിങ്ങിനും ചെയ്യാം ജാലിക്ക ഉപയോഗിക്കാം. ജാലിക്ക കൽബുൻ, ഈസ് ദാറ്റ് എ ഡോഗ്? അതൊരു നായാണോ? ലാ ജാലിക്ക തെത്തുൻ, അതൊരു അല്ല, അതൊരു പൂച്ചയാണ്. ഓക്കെ. പിന്നീട് മൻ ഹദ വമൻ ജാലിക്ക. ഇതെന്തിനാ പറയുന്നത് ചോദിച്ചാല്, അപ്പോ ഹ്യൂമൻ ബീയിങ്ങിന് മന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ജാലിക്കയും ഉപയോഗിക്കാം. ഹാദയും ജാലിക്കയ്ക്കും ഒരു വ്യത്യാസമില്ല. അവിടെ മന്നാണ് ഉപയോഗിക്കേണ്ടത്. മറിച്ച് ഹാദയും ജാലിക്കയും ഒരേപോലെ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കാം. അല്ല മുദരിസുൻ വജാലിക ഇമാമൻ, ആൻഡ് ദാറ്റ് ഈസ് ആൻ ഇമാം. ഇമാം എന്ന് പറഞ്ഞാൽ ലീഡർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ പള്ളിയിലെ ഇമാം എന്ന അർത്ഥത്തിൽ, നമ്മളിപ്പോ മലയാളത്തിൽ പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ മാ ജാലിക്ക, ജാലിക്ക ഹജറുൻ, അതാണ് ഒരു ഉറച്ച വസ്തുവാണ്. അതുകൊണ്ട് മാ എന്ന വാക്ക് ഉപയോഗിച്ചു. ജാലിക്കയ്ക്ക് വ്യത്യാസമില്ല. പിന്നെ ഹദ സുക്കറുൻ വജാലിക്ക ലബൻ. പഞ്ചസാരയാണ്, മറ്റേത് ലബനാണ്, പാലാണ്. അത് അവിടെ ഒന്നും കാണുന്നില്ല, പിക്ചർ ഡിമായി പോയി. പിന്നെ അത് സംബന്ധമായ എക്സസൈസ് ആണ്. ന്യൂ വേർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്തത് അദർസു സാലിസ്, പാഠം 3. അപ്പോ അദർസുൽ അവ്വൽ ഓരോന്ന് പറഞ്ഞു നോക്കിയ ഒരാള്. അദർസുൽ അവ്വൽ രണ്ടാമത്തെ പാഠത്തിന് എന്ത് പറയും? അദർസു സാനി മൂന്നാമത്തത്. അപ്പൊ ഇംഗ്ലീഷിൽ എന്താ പറയാ അതിന്? ഇംഗ്ലീഷ് എന്താ പറയാ? ഒന്നാമത്തെ ചാപ്റ്റർ അല്ല കേട്ടോ. ഫസ്റ്റ് ലെസൺ, സെക്കൻഡ് ലെസൺ, തേർഡ് ലെസൺ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ 3 അല്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അൽ അവ്വൽ, അസാനി, അസാലിസ്. ഓക്കെ. തേർഡ് ലെസണിൽ നമ്മൾ എന്ത് പഠിച്ചു? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പഠിച്ചു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് എന്ത് ഉപയോഗിക്കും? അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് വേണ്ടിയാണ്.
അൽ ഉപയോഗിച്ചപ്പോ എന്ത് വ്യത്യാസം വന്നു? ബൈത്തിന്റെ ഇവിടെ അൽ വന്നപ്പോ എന്തൊക്കെ വ്യത്യാസം വന്നു? The house. എന്തൊക്കെ വ്യത്യാസം വന്നു? ആ, തൻവീൻ പോയിട്ട് ഒരു ലമ്മാക്കി. അപ്പൊ അൽ ബൈത്ത്, അൽ കിതാബു, അൽ ഖലം, അൽ ജമൽ. ഓക്കെ. പിന്നെ നമ്മൾ ഇതോടൊപ്പം പഠിച്ചത് എന്താണ്? ഗുണവിശേഷണ നാമങ്ങളാണ്. പക്ഷെ അത് എന്താണ്? സാധാരണ നൗണായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കുക. അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന സംഭവം, അങ്ങനെ ഒരു പ്രത്യേക സംഭവം എന്തില്ല, അറബി ഭാഷയിലില്ല. അതിനൊരു പ്രത്യേക പരിഗണനയില്ല. അൽ കലമു മക്സൂറൻ, പേന പൊട്ടിയതാണ്. അപ്പൊ എന്താണ് ഇത്? ഒരു നോമിനൽ സെന്റൻസ് കൂടിയാണ്. ഇവിടെ നമ്മൾ ഹാദാ ബൈത്തുൽ എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ സെന്റൻസ് ആണ്. ഇവിടെ അൽ കലമു മക്സൂർ എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ സെന്റൻസ്, ഒരു നൗണാണ്, ഒരു നാമം മാത്രമുള്ള സെന്റൻസ് ആണ്. അറബി ഭാഷയിൽ ഒരു വേർഡ് കൊണ്ട് സെന്റൻസ് പറയാൻ പറ്റും, 2 വേർഡ് കൊണ്ടും സെന്റൻസ്, ഒന്നോ ഒന്നിലധികമോ വാക്കുകൊണ്ട് സെന്റൻസ് പറയാൻ പറ്റും. ചുരുങ്ങിയത് ഒരു വേർഡ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അറബി ഭാഷയിൽ ഒരു സെന്റൻസ് പറയാൻ പറ്റും. കലമു എന്ന് പറഞ്ഞപ്പോൾ ഒരു സെന്റൻസ് ആയില്ല, പക്ഷെ ഒരു വേർഡ് കൊണ്ട് സെന്റൻസ് പറയാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഇവിടെ എന്താണ്? നമ്മൾ 2 വേർഡ്സ് കൊണ്ടാണ് സെന്റൻസ് പഠിക്കുന്നത്. അൽ കലമു മക്സൂറൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു സെന്റൻസ് ആണ് ആയത്. അതേപോലെ അൽ കലമു മക്സൂർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The pen is broken. The pen is broken. പെൻ ബ്രോക്കൺ അല്ല, പെൻ ഈസ് ബ്രോക്കൺ. അങ്ങനെ തന്നെ പഠിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് ഇംഗ്ലീഷിൽ 3 വേർഡ്സ് ഉണ്ട്, അറബിയിൽ 2 വേർഡ്സ് ഉണ്ട്. ദ പെൻ ഈസ് ബ്രോക്കൺ. അപ്പൊ ഈസിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സംഭവം അറബി ഭാഷയിൽ അവിടെ സെന്റൻസിലുണ്ട്. ഒരു സെന്റൻസ് ആയി മാറുന്നതോടുകൂടി അവിടെ ഈസ്, ആർ, ഓ അതുപോലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. ഈസ്, ആർ, എന്ന സംഭവം അതിനകത്ത് അവിടെ തന്നെ ഉണ്ടാവും. അൽ കലം മക്സൂറുൻ, ദ പെൻ ഈസ് ബ്രോക്കൺ, അൽ ബാബ് മഫ്തൂഹൻ, ദ ഡോർ ഈസ് ഓപ്പൺഡ്. ഓപ്പൺഡ് എന്നാണ് ശരിക്കും അതിന്റെ വേർഡ് മീനിങ്. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയാം, അത് തുറന്നതാണ് എന്ന അർത്ഥത്തിൽ ഓപ്പൺ എന്ന് പറയാം. പക്ഷെ ശരിക്കും എന്താണ്? ഓപ്പൺഡ് എന്നാണ് അതിന്റെ. മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ മീനിങ് തുറക്കപ്പെട്ടതാണ്. ഇംഗ്ലീഷിൽ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു വിശേഷണമായിട്ടാണ് പറയുന്നത്. ഓപ്പൺ, ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയാം, വാതിൽ തുറന്നതാണ്. അൽ വലതു ജാലിസുൻ വൽ മുദല്ലിസു വാഖിഫുൻ. ജാലിസുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇരിക്കുന്നവൻ. ജാലിസുൻ ഇരിക്കുന്നവൻ, വാഖിഫുൻ നിൽക്കുന്നവൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ജാലിസുൻ ഇരിക്കുന്നവൻ, വാഖിഫുൻ നിൽക്കുന്നവൻ. ഓക്കെ. അൽ കിതാബു ജദീദുൻ വൽ ഖലമു ഖദീദ്. അപ്പൊ ഇതൊക്കെ എന്താണ്? അതിനെക്കുറിച്ച് ആശയം പറയുന്നതാണ്, അതോടൊപ്പം ഒരു സെന്റൻസുമാണ്. അൽ കിതാബു ജദീദുൻ വൽ ഖലമു ഖദീദ്. അപ്പൊ ഖദീമിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ജദീദ്. സഗീറിന്റെ ഓപ്പോസിറ്റ് കബീർ. കബീർ അല്ലേ? വസ്യഹുൻ എന്താ അർത്ഥം? വസ്യഹുൻ വൃത്തിയില്ല. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നല്ലതാണ് എന്ന അർത്ഥത്തിലും നദീഫ് എന്ന് പറയാം, വൃത്തിയുള്ളതാണ് എന്ന അർത്ഥത്തിലും നദീഫ് എന്ന് പറയാം. ജമീൽ, ജമീൽ എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ആണ്, ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ളത്. അതേപോലെ ബാരിദിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹാറൂൻ. ബാരിദ് തണുത്തത്, ഹാറൂൻ ചൂടുള്ളത്. ഓക്കെ. അതാണ് നമ്മള് ഇവിടെ മൂന്നാമത്തെ പാഠം അല്ലേ? മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചത്. അൽ ചേർന്ന് വാക്കുകൾ ഉപയോഗിച്ച് സെന്റൻസ് പറയുക. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇത് 1000 പ്രാവശ്യം വായിച്ചാലും കുഴപ്പമില്ല. കാരണം വാക്യഘടന നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക് ആയിട്ട് വരണം. അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറയണം. ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ എങ്ങനെ വരും, കോമ ഇടുമ്പോൾ എങ്ങനെ വരും, തുടക്കത്തിൽ എങ്ങനെ വരും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ട് ശീലിക്കണം. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വോയിസ് ക്ലിപ്പ് ഇട്ട് തരും, അത് നിങ്ങൾ കേട്ട് എന്തായാലും പഠിച്ചവരും പഠിക്കാത്തവരും കേട്ട് പഠിക്കണം. കുറച്ചുപേർ പഠിക്കാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് റിവൈസ് ചെയ്യേണ്ടിയും വരുന്നത്. അപ്പൊ ഇവിടെ
ആ ഒരു കാര്യം അൽ വന്നപ്പോഴേ പഠിച്ചു. ഓക്കെ, നേരത്തെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വായിക്കും ഒരാള്. നേരത്തെ വായിക്കാത്ത ആരാ ഉള്ളത്? ഈ മസ്ജിദ് മുതലുള്ള വാക്ക് വായിക്കേ. വേഗം വേഗം വായിക്കും, വേഗം വേഗം വായിക്കും. المسجد المسجد الماء ماء الماء البيت ഒരാൾ വായിക്കും, ഒരാൾ വായിച്ചിട്ട് അവസാനത്തെ അടയാളം ക്ലിയർ ആകണം, ഇല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ചെയ്യും. അവസാനത്തെ അടയാളം ക്ലിയർ ആകണം, അതുള്ള ഉപയോഗമില്ല. مسجد ആ المسجد നെക്സ്റ്റ് الماء വേഗം വേഗം പോട്ട്, വേഗം വേഗം പോട്ട്. ماء البيت باب البيت قلم القلم الكلب كلب قلم قميص ولد الحجر الولد حمار الحمار الحصان حصان മുംതാസ്. മുംതാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മുംതാസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഓർ ബ്യൂട്ടിഫുൾ, എന്താണ് ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ അർത്ഥമുള്ളൂ. ആ എന്ത് നോണ പറയാത്ത കേട്ടില്ല? നേര് പറയുന്ന എക്സലന്റ് എന്ന് പറയുന്നതിന് വേറെ വാക്കുണ്ട്. മുംതാസ് ജിദ്ദൻ. ജയ്യിദ്, ജയ്യിദ് എന്ന് പറഞ്ഞാൽ ഗുഡ്. മുംതാസ്, മുംതാസ് ജിദ്ദൻ, വേറെ വേറെ വാക്കുകളുണ്ട് കേട്ടോ. നേര് എക്സലന്റ് പറയുന്നവൾ നമുക്ക് പറയാം, കുഴപ്പമില്ല. എങ്ങനെ നേര് പറയുന്നവൾ, നോണ പറയാത്തവൾ മുംതാസോ? ആ മുംതാസിന് അങ്ങനെ അർത്ഥമില്ല. ഇല്ല മുംതാസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സലന്റ്, ബെസ്റ്റ് എന്നൊക്കെ അർത്ഥത്തിലൊക്കെ പറയാം. ഓക്കെ അതിന്റെ സൂപ്പർലേറ്റീവ് ഉണ്ട് കേട്ടോ. മുംതാസ് ജിദ്ദൻ വേറെയും ഉണ്ട്, വളരെ നല്ലത്. ജയ്യിദ്, ജയ്യിദ് ജിദ്ദൻ, മുംതാസ്, മുംതാസ് ജിദ്ദൻ, അങ്ങനെയാണ് പോകുന്നത്. മഖബൂൽ. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ അടുത്ത ഭാഗം വരുന്നത് നമ്മളിവിടെ പറയേണ്ടതായിരുന്നു. എന്താ പറയുന്നത്? ഓക്കെ, ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നജിമിന്റെ കൂടെ അൽ വന്നപ്പോ എന്തായി? അന്നജും. അപ്പൊ അങ്ങനെ ഒരു ഭാഗം നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതെന്ത് ചെയ്യണം? ആ ഭാഗം നമ്മൾ ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. പേജ് 19 അത് വരുന്നുണ്ട് കേട്ടോ. പേജ് 19 നന്നായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് വായിച്ച്, രണ്ട് ഭാഗമുണ്ട്. അപ്പോ ഹംസൻ, അൽ അബു, ബാഉൻ, അൽ ബാഉ, അൽ ജന്നത്തു, അൽ ഹിമാറു, അൽ ഖുബ്സു, അൽ ഐനു. അതേപോലെ അൽ വന്നെടുത്ത് താജിർ, അൽ വന്നെടുത്ത് അത്താജിറു, അസൗബു. ഇങ്ങനെ ശബ്ദമുള്ളതും ശബ്ദില്ലാത്തതും വേറെ വായിച്ച് പഠിക്കണം. പ്രജലിന്റെ കൂടെ അൽ വന്നപ്പോ എന്തായി? പറയൂ. അർറജുലു. ദീക്കിന്റെ കൂടെ അൽ വന്നപ്പോ അദ്ദീഖു. താലിബിന്റെ കൂടെ വന്നപ്പോൾ താലിബ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇതാണ് 19ാമത്തെ പേജിൽ ഉള്ളതെന്ന് പറഞ്ഞത്. എന്തിനാ മാക്കാലിഫ് കിട്ടുന്ന പോലെ എഴുതണത്? ഏത് തെമ്രീൻ ഉണ്ടല്ലോ, എക്സസൈസ്, ഇതോ? അതിന് മാക്ക് അലിഫ് കൂട്ടുന്ന കിട്ടാൻ വേണ്ടി ഇത് തമാരീനുമാണ്. തമാരീൻ എന്ന് പറയുമ്പോൾ എക്സർസൈസസ്. തംരീൻ അത് പ്ലൂറലല്ലേ? അതിന്റെ ഏകവചനം എന്താവും? ഏകവചനം തംരീൻ.
തെമ്പ്രീന് എഴുതുമ്പോ ബുക്കില് മറ്റേ മാക്കലിഫ് മദ്ദലിഫ് ഇടണ്ടല്ലോ, അത് ശരിയാണോ? സർ ഇത് എഴുതിയിരിക്കുന്നത് നോക്കി വായിക്കൂ. തമാരീനു എന്ന് ഇതല്ലേ പറഞ്ഞത്? ദിസ് ഈസ് ദാറ്റ്. ഏകവചനം അതാണ് എഴുതുമ്പോ സാർ പറയുന്നത്. ഏകവചനം എഴുതുമ്പോഴത്തേക്ക് ഇല്ല, അലിഫ് ഇട്ടാൽ പ്ലൂറൽ, അലിഫ് ഇട്ടില്ലെങ്കിൽ സിംഗുലർ. ശരി, ഓക്കെ. ഓക്കെ, തമാരീൻ. അപ്പോ ഷദ് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം, വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞ അൽ ഹുറൂഫുൽ ഖമരിയ്യത്ത് വൽ ഹുറൂഫു ശംസിയ്യത്ത്. ഹുറൂഫുൽ ഖമരിയ്യക്ക് എന്ത് ഇംഗ്ലീഷിൽ എന്താ പറയും? ഹുറൂഫു ശംസിയ്യക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ എന്ത് പറയും? ചന്ദ്രവാക്ക്. ഞാൻ പറഞ്ഞങ്ങനെ ഉപയോഗിക്കരുതെന്ന്. ചന്ദ്രവാക്കല്ല കേട്ടോ. ചന്ദ്രാക്ഷരം സൂര്യാക്ഷരം എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊട്ടത്തരോ. അത് ചിലപ്പോൾ അറബികൾ അങ്ങനെ പറഞ്ഞാലും നമുക്കത് സ്വീകരിക്കാൻ പാടില്ല. കാരണം എല്ലാ അറബികൾക്കും എല്ലാ യൂസേജും കറക്റ്റായിട്ട് അറിഞ്ഞുകൊള്ളുന്നില്ല. അതായത് കമരി എന്ന് പറയും. എന്തുകൊണ്ട് കമരി ലെറ്റർ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കമറിന്റെ കൂടൊപ്പം അൽ വന്നാൽ എങ്ങനെ അൽ ഉച്ചരിക്കും, അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് കമരി ലെറ്റേഴ്സ് എന്ന് പറയും. ഷംസിന്റെ കൂടെ അൽ വന്നാൽ എങ്ങനെ ഷംസ് ഉച്ചരിക്കും, അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് ഷംസി അക്ഷരം എന്ന് പറയും. അപ്പോ മൂൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ മൂണിന്റെ കൂടെ അൽ വരുന്ന നമുക്ക് ഒരു സബ്ജക്റ്റ് ആണോ? സൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ കൂടെ അൽ വരുന്ന സബ്ജക്റ്റ് ആണോ? സബ്ജക്റ്റേ അല്ല. നമുക്ക് മനസ്സിലാകണമെങ്കിൽ കമറിന്റെ കൂടെ അൽ വന്നാൽ അല്ലിന് ഉച്ചാരണം ഉണ്ടാകും. അതേപോലെയുള്ള അക്ഷരങ്ങൾക്ക് എന്ത് പറയും? ഹുറൂഫുൽ ഖമരിയ്യ. ഷംസിന്റെ കൂടെ അൽ വന്നാൽ അതിന് ലാമിന് ശബ്ദമല്ല. സൈലന്റ്. ഹലോ, ലാമിന് സൗണ്ട് ഇല്ല. അപ്പൊ ഹലോ, ലാമിന് സൗണ്ട് ഇല്ല എന്ന് മാത്രമല്ല, ആ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നൗൺ, ആ നൗണിന്റെ ഫസ്റ്റ് ലെറ്ററിന് ഡബിളിങ് കൊടുക്കണം, ശബ്ദം കൊടുക്കണം. അതാണ് അത്താജറു, അസ്സൗബു, അദ്ദീഖു, അസ്സഹബു, അർറജുലു. ഓക്കെ, ഇതിന്റെ ഒന്നും മീനിങ് അല്ല പ്രശ്നം. മറിച്ച് എന്താണ് ഇതിന്റെ ഉച്ചാരണമാണ് പഠിക്കേണ്ടത്. സ്റ്റിൽ ഇതിന്റെയൊക്കെ കുറെ വാക്കിന്റെ മീനിങ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഹലോ, ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫോർത്ത് ലെസൺ. ഫോർത്ത് ലെസണിൽ എന്താ നമ്മൾ പഠിച്ചത്? അദ്ദർസുർ റാബി. അപ്പൊ അദ്ദർസുൽ അവ്വൽ, അദ്ദർസുൽ സാനി, അദ്ദർസുൽ സാലിസ്, അദ്ദർസുൽ റാബി. ഫോർത്ത് ലെസണിൽ എന്താ പഠിച്ചത് നമ്മള്? പദങ്ങൾ, അതേപോലെ ഇവിടെ ഒന്നില്ല, അത് വരട്ടെ. ആദ്യം നമ്മൾ പഠിച്ചത് കെസ് വരുത്തുന്ന പദങ്ങൾ. അപ്പോ അൽ ബൈത്തുവിന്റെ മുമ്പില്
ഫീ വന്നാൽ ഫിൽ ബൈത്തി. Fil baiti. വൈത്തി. അൽ മസ്ജിദിന്റെ മുമ്പ് ഫീ Fil വന്നാൽ masjid. ഫിൽ മസ്ജിദ്. മസ്ജിദ്. അപ്പോ ഒരു ലമ്മുള്ളതിന്റെ മുമ്പ് കെസർ വരുത്തുന്ന പദം വന്നാൽ ഒരു കെസർ കൊടുക്കണം. തൻമീൻ ഉള്ളതിന്റെ മുമ്പ് അല്ല രണ്ട് ലമ്മുള്ളതിന്റെ മുമ്പ് കെസർ വരുത്തുന്ന പദങ്ങൾ വന്നാൽ രണ്ട് കെസർ കൊടുക്കണം. ഓക്കെ. അപ്പൊ അൽ ബൈത്തിന്റെ കൂടെ വന്നപ്പോൾ ഫിൽ ബൈത്തി. ഓക്കെ. അൽ ഖുർഫത്തിന്റെ മുമ്പ് ഫീ വന്നപ്പോ ഫിൽ ഖുർഫത്തി. ഹുവ ഫിൽ ഖുർഫത്തി. അതോടൊപ്പം നമ്മൾ പ്രോനോണും പഠിച്ചു. പ്രോനോൺ ഹുവ, ഹുവ അവൻ, ഹി. ഓക്കെ. അപ്പൊ അതിന് മുഹമ്മദിൻ എന്ന് ചോദിച്ചപ്പോ ഹുവ ഫിൽ ഖുർഫത്തി എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈക്വലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോനോൺ എന്ന് പറഞ്ഞ എന്താണ്? അത് ഹുവയാണ്. അപ്പൊ മുഹമ്മദിൻ എന്താണ്? ഒരു മസ്കുലിൻ നൗൺ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹുവ എന്ന പ്രോനൗൺ ഉപയോഗിച്ചു. അപ്പൊ അതിന് യാസിറുൻ ഉപയോഗിക്കാൻ വേണ്ടി ഹുവ ഉപയോഗിച്ചു. ഹുവ ഫിൽ ഹമ്മാം. ഹമ്മാം എന്താണ്? ബാത്റൂം. ഹമ്മാം ബാത്റൂം. പിന്നെ പറഞ്ഞു ഐന ആമിനത്തു. അപ്പൊ ആമിനെ ഉപയോഗിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഹിയ ഉപയോഗിച്ചു. ഷീ. ഫിൽ മത്ബഖി. ഷീ ഈസ് ഇൻ ദ കിച്ചൺ. കിച്ചൺ. ആരെങ്കിലും മത്ബഖിൽ അവിടെ എഴുതി വെച്ചായിരുന്നോ? കിച്ചൺ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. ആരെങ്കിലും ഒട്ടിച്ച് വെച്ച്? ആരെങ്കിലും ഒട്ടിച്ച് വെച്ചോ? ഒട്ടിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. നമ്മളെ അസൈൻമെന്റ് ഗ്രൂപ്പില്ലേ, അതിലിടണം. ഹമ്മാമിൽ ആരെങ്കിലും ഹമ്മാം എഴുതി വെച്ചോ? എഴുതി വെച്ച്. ഹമ്മാമിൽ എഴുതി വെച്ച് അടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്. ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന സംഗതി. നമ്മൾ പഠനം എപ്പോഴും എന്ത് ചെയ്യണം? ക്രിയേറ്റീവ് ആയിരിക്കണം. നമുക്ക് അറബി ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള സ്പേസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാക്കണം. അത് മുഖേന നമ്മൾ എന്ത് ചെയ്യണം? ഫാന്റസിയിൽ ആക്ടിവിറ്റി ഉണ്ടാക്കണം. നമ്മൾ സാങ്കല്പികമായി ആക്ടിവിറ്റി ഉണ്ടാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾ വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാകുന്നു, പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ, മോൾഡ് ചെയ്തൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അയൽ കിതാബു ഹുവ അലൽ മക്തബി. അപ്പൊ എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്ക് മേശപ്പുറത്തൊരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാം? അൽ കിതാബു അലൽ മക്തബി എന്ന് പറയാം. കിതാബു അലൽ. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹുവ അലൽ മക്തബി എന്ന് എന്തിനാണ് ഹുവ ഉപയോഗിച്ചത്? ഏതിന് പകരമാണ് ഹുവ ഉപയോഗിച്ചത്? സ്ത്രീലിംഗ രൂപം അല്ലാത്തതുകൊണ്ട് കിതാബിന് പകരം ഹുവ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ആമിനത്ത് എന്നുള്ളതിന് അവിടെ നമുക്കറിയാം ഒരു പെൺകുട്ടിയുടെ പേരാണ്. അപ്പൊ എന്ത് ചെയ്തു? അത് നമ്മൾ ഹിയ ഉപയോഗിച്ചു. ഇപ്പൊ കിതാബ് എന്നുള്ളത് ഫീമെയിൽ ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളവും ഇല്ല, നമുക്ക് അങ്ങനെ ഒരു പ്രയോഗത്തിലും ഇല്ല. അപ്പൊ എന്താണ്? അത് മസ്കുലിൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹുവ എന്ന് ഉപയോഗിച്ചു. അപ്പൊ മസ്കുലിനായ മനുഷ്യനാണെങ്കിലും വസ്തുവാണെങ്കിലും ഹുവ ഉപയോഗിക്കും. അയിന സാഅത്തു എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു ഹിയ അല ശരീരി. അപ്പൊ സാഅത്ത് ആമിനത്തിന്റെ അടയാളം പോലെ ക്ലോസ്ഡ് തായുണ്ട്. ക്ലോസ്ഡ് താ ഉള്ളത് എല്ലാ നോണും എന്താണ്?
സ്ത്രീലിംഗം. ഫീമെയിൽ നൗണാണ്. ഫീമെയിൽ നൗണുകളാണ്. ഓക്കെ, അതാണ് അതിൽ പഠിച്ചത്. ഇപ്പൊ എന്നിട്ട് നമ്മള് സ്ത്രീകളുടെ പേരും പുരുഷന്മാരുടെ പേരും പറഞ്ഞു. അപ്പൊ ആമിനത്തിന് മക്തൂറാന്ന് പേരുണ്ടോ? അതെന്തായിക്കോട്ടെ, നമ്മൾ പറഞ്ഞില്ലല്ലോ. പറയാത്ത സംഗതി ഒന്നും ദയവായി എന്ത് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ അതിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പറയാതിരിക്കുന്നത്. എല്ലാം കൂടെ പറഞ്ഞാല് ഇനിയും കുറെ ആൾക്കാർ ഡൗൺ ആയി പോകും. മനസ്സിലായില്ലേ? ഇപ്പൊ കുറെ ആൾക്കാർ ഡൗൺ ആയി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു റിവിഷൻ കൂടെ നടത്തേണ്ടി വന്നു. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഫീമെയിലിന് ഒരു സിമ്പൽ ഉണ്ട്. അതെന്താ? ആമിനത്തുലെത്ത, ക്ലോസ്ഡ് താ എന്ന് പറയാം. നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ആ ടെക്നിക്കൽ വാക്കുകളെല്ലാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉപയോഗിക്കുക. യഥാർത്ഥത്തിൽ അറബിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അറബി ഒരു കുംബുർസമാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ, ഇംഗ്ലീഷ് എന്താ പറയാ, മലയാളത്തിൽ എന്താ പറയാ, ഒരു ഭയങ്കര സംഭവമാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്ന് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതെന്താകുന്നത്, ബുദ്ധിമുട്ടാകുന്നത്. അല്ലെങ്കിൽ BUTIFUL എന്ത് വായിക്കും? BUTIFUL എന്ത് വായിക്കും? അതേസമയം BUTERFLY എന്ത് വായിക്കും? ബട്ടർഫ്ലൈ. എന്തുകൊണ്ട് അവിടെ മറ്റേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി നീട്ടി ബട്ടർഫ്ലൈ എന്തുകൊണ്ട് ബട്ടർ എന്ന് പറഞ്ഞു? ഇവിടെ ഒന്നും നമുക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ തലയിൽ കയറി എന്ത് ചെയ്യുക, പിടിച്ചിരിക്കുകയാണ്. അള്ളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓക്കെ, ഇംഗ്ലീഷ് ഈസ് വെരി ഈസി. അറബി നമ്മളെ തലയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അറബി ഭയങ്കര പാടാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറെ ടാസ്കുകൾ ഒഴിവാക്കുക. അറബി പോലെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വേറെ ഇല്ല. എഴുതുന്നത് പോലെ തന്നെയാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് സിലബിൾസ് വേറെ പഠിക്കേണ്ട കാര്യമില്ല, പ്രൊനൗൺസിയേഷൻ വേറെ പഠിക്കേണ്ട കാര്യമില്ല, അല്ല അപ്പുറം എന്തോന്ന് ഇപ്പുറത്ത് എന്തോന്ന് പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വായിച്ചു പിടിക്കും. ഓക്കെ, അപ്പൊ ആമിനത്തിന് ക്ലോസ്ഡ് താ നമ്മൾ പറഞ്ഞു. ഇവിടെ ക്ലോസ്ഡ് താ എന്നാൽ അത് ഫീമെയിലാണ്. അതോടൊപ്പം ഗേൾസിന്റെ പേരാണെങ്കിൽ അതെന്താണ്, ഫീമെയിലാണ്. ഗേൾസിന്റെ നൗണാണ് എന്ന് നമുക്കറിയാം. സൈനബു ഗേൾസിന്റെ പേരാണ്, മറിയമു ഗേൾസിന്റെ പേരാണ്. അപ്പൊ അതിലൊന്നും അടയാളം ഇല്ലെങ്കിലും എന്താണ് നമുക്കറിയാം, മറിയം എന്ന് പറഞ്ഞാൽ ഗേൾ ആണ്, ഫീമെയിൽ ആണ് നമുക്കറിയാം. അതേപോലെ സൈനബ് ഫീമെയിൽ ആണ് നമുക്കറിയാം. അങ്ങനെയുള്ള നൗണെല്ലാം എന്തായിരിക്കും, ഫീമെയിൽ ആണ്. അപ്പോ ക്ലോസ്ഡ് താ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫീമെയിൽ നൗൺസ് എല്ലാം ഫീമെയിലാണ്. ഇനി അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ടാവും. എന്താണ്? ആമിനത്തിന്റെ അവിടെ ഒരു തമ്മേ ഉള്ളൂ, മുഹമ്മദിന് 2 തമ്മുണ്ട്. ഓക്കെ, അപ്പൊ ബോയ്സിന്റെ നൗൺസിനെല്ലാം കോമൺലി എന്തുണ്ട്, തൻവീൻ ഉണ്ട്, ഡബിളിംഗ് ഉണ്ട്. മുഹമ്മദും ഖാലിദും ഹാമിദും യാസിറും അമ്മാറും സഈദും അലിയും എല്ലാത്തിലും എന്തുണ്ട്, തൻവീൻ ഉണ്ട്. അതേസമയം ഗേൾസിന്റെ വരുമ്പോൾ ആമിനത്തു, സൈനബു, ഫാത്തിമത്തു, മറിയമു, ആയിഷത്തു, ഖദീജത്തു, സഫിയ്യത്തു ഉണ്ടായിക്കോട്ടെ, ക്ലോസ്ഡ് താ ഉണ്ടായിക്കോട്ടെ, ഇല്ലാതായിക്കോട്ടെ, ഫീമെയിൽ നൗൺസ് എല്ലാം എന്താ ഒരു ലമ്മേ ഉള്ളൂ, തൻവീൻ ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ കസ വരുത്തുന്ന വേറെ 2 കൂടെ പഠിച്ചു. മീലൈൻ, മിനൽ ബൈത്തി ഇലൽ മസ്ജിദി. ഇതൊക്കെ നമ്മൾ എക്സർസൈസ് എഴുതി പഠിച്ചതാണ്. മിനൽ ബൈത്തി ഇലൽ മസ്ജിദി. അപ്പോ മിൻ ഐന അൻത ചോദിക്കാൻ പഠിച്ചു നമ്മൾ. നിങ്ങൾ എവിടെയുള്ള ആളാണ് എന്ന് ചോദിക്കാൻ പഠിച്ചു. മിൻ ഐന അൻത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Where are you? Where are you from? Where are you? Where are you from? ومن أين أمار? ومن أين? അപ്പോ and where is Ammar from? Ammar is from where? ഹുവ മിന സീൻ. അപ്പൊ അമ്മാറിന് വരെ ഹുവ ഉപയോഗിച്ചു, സീൻ എന്ന വാക്ക് പഠിച്ചു. ഇന്ത്യക്കാരനാണെങ്കിൽ പറയും, ഇന്ത്യ ആണെങ്കിൽ ഹുവ മിനൽ ഹിന്ദി, മിനൽ മിന്ദി.
ഇന്ത്യയിൽ നിന്നുള്ള ആൾ, അത് ഹിന്ദിയിൽ നിന്നുള്ള ആളെന്നല്ല. മിനൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾ. ഇല്ല. ഓക്കെ. അതോടൊപ്പം ഇവിടെ നമ്മൾ ഒരു വെർബ് പഠിച്ചായിരുന്നു, ഖറജ. വാട്ട് ഇസ് മീൻ ബൈ ഖറജ? പുറപ്പെട്ടു. ഖറജ ഡിപ്പാച്ചർ. പുറപ്പെട്ടു. കംപ്ലീറ്റ് ആയില്ല. ഖറജ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയില്ല. പുറപ്പെട്ടു. അവൻ പുറപ്പെട്ടു. അവൻ പുറപ്പെട്ടു. അതാണ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഖറജ, ഹി ഡിപ്പാർട്ടഡ്. ഹി ഡിപ്പാർട്ടഡ്. അപ്പൊ ഹി എന്ന സംഭവം ഒരു വെർബിനകത്തുണ്ടാവും. ഒരു വെർബ് ആണെങ്കിൽ, ഒരു പദം ഒരു വെർബ് ആണെങ്കിൽ ആ വെർബിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഒരു പ്രോനോൺ ഉണ്ടാകും. വിച്ച് എവർ മേ ബി ദ പ്രോനോൺ, there should be a pronoun in the verb. If it is a verb, a word, if it is a word is a verb, there should be a pronoun inside that verb. Okay? അപ്പൊ ഖറജ എന്ന് പറഞ്ഞാൽ he departed. അതേപോലെ സഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. അവൻ പോയി. he went. അപ്പൊ ഖറജയിൽ ഹി ആണ് ഉള്ളത് എന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ എന്ന് പറഞ്ഞാൽ ഹി ആണുള്ളത് എങ്ങനെ മനസ്സിലായി? ഒരു വെർബിന്റെ അക്ഷരം മാത്രമേ ഉള്ളെങ്കിൽ അതിലുള്ളത് ഹി ആണ്. ഒരു വെർബിന്റെ അക്ഷരം, ഇവിടെ നമ്മൾ ഖറജ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു വേർഡിന്, ഒരു വെർബിന് 3 അക്ഷരങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ കുറച്ചാൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വെർബ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ നോർമൽ വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഖറജ, സഹബ, ഇതിന് ആ വെർബ് മാത്രമേ ഉള്ളൂ, വേറെ അഡീഷണൽ ലെറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോ അതിന്റെ അർത്ഥം അതിനകത്തുള്ളത് ഹി എന്നാണ്. ഓക്കെ. അപ്പോ മുഹമ്മദ് പറഞ്ഞു ഖറജ, അയാൾ പോയി. അതിന് അബ്ബാസ് ചോദിച്ചപ്പോൾ ഖറജ, അയാൾ പുറപ്പെട്ടു. അയിന ദഹബ, അപ്പൊ അവിടെയും എന്തുണ്ട്? ഹി വെന്റ്. വേർ ഡിഡ് ഹി ഗോ? അയിന ദഹബ, വേർ ഡിഡ് ഹി ഗോ? അയാൾ എവിടെ പോയി? ഇവിടെ ഇംഗ്ലീഷിൽ ഇതിന്റെ പ്രശ്നമുണ്ട്. അവിടെ എന്ത് ചെയ്യാം? നമ്മള് ചോദ്യം വന്നപ്പോ എന്തായി? അതിന് മുറിക്കേണ്ടി വന്നില്ലേ? സാബയിൽ നമ്മൾ എന്ത് ചെയ്തു? വേർ ഡിഡ് ഹി ഗോ എന്ന് പറയണം. ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് കൂടെ പറയുന്നതിന്റെ പ്രശ്നം ഇതാണ്. ഇംഗ്ലീഷിൽ കോംപ്ലിക്കേഷനേ ഉള്ളൂ. പക്ഷെ നമ്മൾ കോംപ്ലിക്കേഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ അത് ശീലമായി പോയതല്ല. വെള്ളക്കാരൻ വന്ന് നമ്മളങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. വെള്ളക്കാരൻ വരുന്നതിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അറബി വന്നു. അറബി വന്നിട്ട് ഇവിടെ പല പേരുകളും സ്ഥലപ്പേരുകളും ഒക്കെ അറബി ആക്കിയിട്ട് നമ്മൾ അടുക്കളയിലും കളിസ്ഥലത്തിലും കോടതിയിലും എല്ലാം അറബിയാക്കി. മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി, പിന്നെ മൈതാനിലെ കുട്ടികൾ കളിക്കും, സാനും ബിഞ്ഞാനും അടുക്കളയിലുണ്ട്, കയ്യിലുണ്ട് അടുക്കളയിൽ. ഇതൊക്കെ അറബിയാണ്. മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ആക്കി മാറ്റി. പിന്നെ കോഴിക്കോട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് എല്ലാ പേരും ഞാൻ ഓർക്കുന്നില്ല. എനിവേ, അപ്പൊ അത് അല്ല, കാലിക്കൂത്തല്ല, അറബിയിലുള്ള വാക്കുകൾ തന്നെ ഉണ്ട്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് അറബിയിലുണ്ട്. ഈവൻ മനില എന്ന് പറയുന്ന വാക്ക് തന്നെ അറബിയാണ്, ഫിലിപ്പീൻസിലെ. എനിവേ, അപ്പോ മുഹമ്മദ് പറഞ്ഞു ദഹബ ഇലൽ മുദീരി. അതിനെ ദഹബ എന്ന് പറഞ്ഞപ്പോ എവിടെ പോയി? ദഹബ ഇലൽ മുദീരി, അയാള് മുദീറിന്റെ അടുക്കിലേക്ക് പോയി. ഇവിടെ ഹെഡ്മാസ്റ്റർ അടുക്കിലേക്ക്. വഅൈന ദഹബ അലിയുൻ. അപ്പൊ ഇവിടെ വഅൈന ദഹബ അലിയുൻ എന്ന് പറഞ്ഞിടത്ത് എന്താ പ്രത്യേകത? വഅൈന ദഹബ അലിയുൻ എന്ന് പറഞ്ഞാൽ ദഹബയിലെ ഇൻസൈഡിൽ ഒരു പ്രോനോൺ ഉണ്ട്. പക്ഷെ ആ പ്രോനോണെ നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇവിടെ ക്ലിയർ ആയിട്ട് അയാളുടെ അതിന്റെ സബ്ജക്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെർബിന്റെ സബ്ജക്റ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോനോണെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ മുഹമ്മദിൻ പറഞ്ഞെടുത്ത് എന്താ? അതിന് അബ്ബാസ് എന്ന് ചോദിച്ചപ്പോ ഖറജ എന്ന വെർബ് മാത്രമേ പറഞ്ഞു. ഖറജ എന്ന വെർബ് മാത്രം പറഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എങ്കിൽ എന്ത് ചെയ്യണം? അതിലെ ഹിഡൻ ആയിട്ടുള്ള പ്രോനോണിനെയാണ് എടുക്കേണ്ടത്. അതാണ് ഹി വെന്റ് അല്ല ഹി ഡിപ്പാർട്ടഡ്. അതിനെ ദഹബ എന്ന് ചോദിച്ചപ്പോ അവിടെ എന്തില്ല, സബ്ജക്റ്റിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അതിനകത്തുള്ള പ്രോനൗണിനെയാണ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ദഹബ ഹി വെന്റ്. അതേപോലെ ദഹബ ഇലൽ മുദീരി, അവിടെയും സബ്ജക്റ്റിനെ പറഞ്ഞിട്ടില്ല, ആരാണ് പോയതെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ദഹബയുടെ അകത്തുള്ള ഹി ആണ് എടുക്കേണ്ടത്. ഹി വെന്റ് ടു ദ ഹെഡ് മാസ്റ്റർ. അടുത്ത സെൻറ്റൻസ് പറഞ്ഞു വഅൈന ദഹബ അലിയുൻ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി അയിന ദഹബ അലിയുൻ, ദഹബയുടെ സബ്ജക്റ്റ് ആണ് അലി. ദഹബ പോയി, ആര് പോയി? അലി പോയി. അപ്പോ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിഡൻ പ്രോനൗൺ എടുക്കേണ്ട കാര്യം. വഅൈന ദഹബ അലിയുൻ, അപ്പോ വേർ ഡിഡ് അലി ഗോ? അലി അവിടെ പോയി. ഓക്കെ, വാ ഉണ്ട്, അപ്പൊ ആൻഡ്, അപ്പൊ അലി എവിടെ പോയി? അപ്പൊ അന്ന് അലി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഹി എടുക്കേണ്ട കാര്യം. അടുത്തത് മുഹമ്മദ് പറഞ്ഞു ദഹബ ഇലൽ മിർഹാം വഅൈന ദഹബ അലിയുൻ എന്ന് ചോദിച്ചപ്പോ ഇവിടെ അലി ഉണ്ട്. മുഹമ്മദ് അടുത്ത് എന്താ പറഞ്ഞത്? ദഹബ ഇലൽ മിർഹാലി എന്ന് പറഞ്ഞപ്പോ സബ്ജക്റ്റ് ഇല്ല, ദഹബ ഇലൽ മിർഹാലി. അപ്പോൾ എന്ത് ചെയ്യണം? ആരാ സബ്ജക്റ്റ്? ഹി. അവിടെ ദഹബയുടെ അകത്തുള്ള ഹുവയാണ് സബ്ജക്റ്റ്. അപ്പോ അവൻ ഇലൽ മിർഹാലി. മിർഹാൽ എന്താ അർത്ഥം? ടോയ്ലറ്റ്. അപ്പോ സബ്ജക്റ്റും അതിന്റെ പ്രോനോണും പൊളിക്കും. അപ്പോൾ കെസ് വരുന്ന പദങ്ങൾ എന്തൊക്കെ പഠിച്ചു നമ്മള്? മിൻ ഇല ഫി. മിൻ ഇല ഫി ആല. ആ പ്രാസത്തിൽ പറഞ്ഞു പഠിക്കുക. മിൻ ഇല ഫി ആല, മിൻ ഇല ഫി ആല, മിൻ ഇല ഫി ആല. ഇത് പഠിച്ചു. മിൻ ഇലാ ഫി അല. മിൻ ഇല ഫി ആല. അതിന് ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ അത്രത്തോളം നമ്മൾ പഠിക്കാം. പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രത്തോളം പഠിക്കാം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പഠിക്കുന്നു. കാരണം ഞാൻ ഇതിനേക്കാളും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് 5ാമത്തെ പാഠം പഠിച്ചില്ലേ? ദർസുൽ ഖാമിസ്. ദർസുൽ ഖാമിസ് പഠിച്ചല്ലോ. ദർസുൽ ഖാമിസ് പഠിച്ചു. ദർസുൽ ഖാമിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഖിലാഫത്ത് പഠിച്ചത്, അല്ലെങ്കിൽ സംബന്ധിക വിഭക്തി. ഇന്ത്യയുടെ. ഇന്ത്യയുടെ. അപ്പൊ ഇന്ത്യയുടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ആദ്യത്തെ വാക്കിന് അല്ലുണ്ടാവില്ല. അതുണ്ടാവില്ല. ആദ്യത്തെ വാക്കിന് ലമ്മുണ്ടാവും. ആദ്യത്തെ വാക്കിന് അല്ലുണ്ടാവില്ല, തെന്മീനുണ്ടാവും. രണ്ടാമത്തേതിന് കെസ് കൊടുക്കണം. അവസാനത്തിൽ കെസ് കൊടുക്കണം. രണ്ടാമത്തിന് അല്ലുണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. അല്ലുണ്ടോ ഇല്ലേ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തേന് കെസ് കൊടുക്കണം. അപ്പോൾ ഇന്ത്യ എവിടെ നിന്ന് മീനിങ് കിട്ടി. അപ്പൊ അതാണ് ആ കിതാബു മുഹമ്മദിൻ ഹാദ. കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകമാണ്. കിതാബ് മുഹമ്മദിൻ, ഇത് മുഹമ്മദിന്റെ പുസ്തകമാണ്. അല്ല, ഹാദ കിതാബു ഹാമിദിൻ, അല്ല ഹാമിദിന്റെ പുസ്തകമാണ്. അതേപോലെ കിതാബ് മുഹമ്മദിൻ ദഫ്തറു അമ്മാരിൻ. അതേപോലെ ഒരു വാക്ക് ഇവിടെ ഹുനാക്ക എന്ന് പറഞ്ഞു. ഹുനാക്ക എന്താ അർത്ഥം? അവിടെ. ഹുനാക്ക അവിടെ, ഹുന ഇവിടെ. കേട്ടോ, ഹുനാക്കാണ് ഇവിടെ പറഞ്ഞത്. ഹുനാക്ക അവിടെ. അതേപോലെ ചോദ്യം ചോദിക്കുന്നിടത്ത് നമ്മള് കലമുമൻ, നേരത്തെ മൻ ഹാദ എന്ന് പറഞ്ഞു, ഇത് ആരെന്ന് ചോദിച്ചു, മൻ ധാരിക്കാന്നൊക്കെ ചോദിച്ചു. ഇവിടെ എന്താ? കലമുമൻ എന്ന് പറഞ്ഞാൽ ആരുടെ പേനയാണ്. അപ്പൊ ഇവിടെ ഇന്ത്യ ഇവിടെ എന്ന് അർത്ഥം വരാൻ വേണ്ടി മന്നിന് കെസൊന്നും കൊടുക്കണം. കലമു മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ പേര്. കലമു മൻ എന്ന് പറഞ്ഞാൽ ആരുടെ പേര്. കലമു ഫാത്തിമത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കലമു ഫാത്തിമത്തിൻ, ഫാത്തിമയുടെ പേര്. കലമു മൻ, അപ്പൊ മഞ്ഞിന് ഗസ് കൊടുക്കാൻ പറ്റില്ല. മൻ എപ്പോഴും എന്താണ്? ഉറച്ചതാണ്, സ്ട്രോങ് ആണ്, അന്ത്യം ഉറച്ചതാണ്, അവസാനം മാറില്ല മൺ എന്നുള്ളത്. പിന്നെ ചില സമയത്ത് ചേർത്ത് വായിക്കുന്ന സമയത്ത് അത് വേറെ നിയമം വരും.
ഇവിടെ എന്താണ് അതിന്റെ മൻ എന്ന സംഭവം കലമു മന്നിന് വേണ്ടി കലമു വന്നപ്പം രണ്ടും കൂടി ചേർത്തപ്പോൾ ഈ മന്നിന് പകരം മനി എന്നൊന്നും പറയാൻ പറ്റില്ല. കലമു മൻ ആരുടെ പേരെയാണ്? ഹഖീബത്തുൽ മുദർരിസി യഥാർത്ഥം മുദരിസിന്റെ ബാഗ്. മുദർരിസിന്റെ പേര്. അപ്പൊ ഹിയ തഹ്തൽ മക്തബി എന്ന് പറഞ്ഞപ്പോ തഹ്തൽ മക്തബി, തഹ്ത എന്നുള്ള വാക്ക് എന്താ? താഴെ. തഹ്ത എന്നുള്ള വാക്ക് മലയാളമാണോ അറബിയാണോ? അറബി. അപ്പൊ മലയാളത്തിൽ താഴത്തെന്ന് പറഞ്ഞതോ? താഴെ. താഴത്ത് എന്ന് പറഞ്ഞതാണ് അറബി വാക്ക് തഹത്ത. മലയാളത്തിൽ കീഴിൽ എന്നാണ്. കീഴിൽ, അടിയിൽ എന്നൊക്കെയാണ് മലയാളത്തിലുള്ള വാക്ക്. താഴത്തെന്നുള്ള വാക്ക് തഹത്ത എന്ന് വന്നതാണ്. നമ്മൾ കുറെ വാക്കുകൾ സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ മറ്റു ഭാഷയിൽ നിന്നൊക്കെ ബോറോ ചെയ്തിട്ടില്ലേ? അതേപോലെ കുറെ വാക്ക് അറബിയിൽ നിന്നും ബോറോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ വലിയ പാടാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഹിയ തഹ്തൽ മക്തബി. ഹിയ ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് ഇവിടെ? സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹിയ ബാഗ്. ഓക്കെ. 5 പാഠവും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മള് യാ ഉപയോഗിക്കാൻ പഠിച്ചല്ലോ. യാ മുഹമ്മദു. യാ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യണം? തന്നീന് പകരം ഒരു നാമം. ഒറ്റ ഇസ്മാണെങ്കിൽ, ഒരു നാമമാണെങ്കിൽ യാ മുഹമ്മദ്, യാ മുഹമ്മദ്, യാ ഖാലിദു, യാ വലദു. ഓക്കെ. ഒറ്റ ഇസ്മാണ്. ഒറ്റ ഇസ്മ അല്ലാത്ത ഉദാഹരണം നമ്മളിവിടെ വന്നിട്ടില്ല. അപ്പൊ ഇതേപോലെ ഇസ്മുൻ ഇബിനുൻ എന്ന 2 നൗണുണ്ട്. ഈ നൗണിന് തുടക്കത്തിലുള്ള ഈ എന്നത് എപ്പോഴും ഈ ഉണ്ടാവുകയില്ല. ഈ എന്താണ്? ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന ഈ ആണ്. അതിന് ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന ഈ ആണ്. അത് ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുക. അപ്പോ ഇസ്മുൽ വലദി എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഈ ഉപയോഗിച്ചു. ഇസ്മുൽ വലദി മുഹമ്മദുൻ വസ്മുൽ ബിന്തി. വാ കഴിഞ്ഞിട്ട് വായോടൊപ്പം ചേർന്ന് വന്നപ്പോ എന്തായി? വസ്മുൽ ബിന്തി. ഇസ്മു എന്നല്ല പറയുക, വസ്മുൽ ബിന്തി. പെൺകുട്ടിയുടെ പേര് സൈനബു, സൈനബ് എന്നാണ്. പിന്നെ ഇസ്മുൽ മുദർരിസി ഹാമിദുൻ. ഹാമിദുൻ അധ്യാപകന്റെ പേര് ഹാമിദ് എന്നാണ്. അവിടെ ഈ കൊണ്ട് തുടങ്ങി. മസ്മുൽ മുദീരി. അപ്പോ മാക്ക് ശേഷം ചേർത്ത് പറഞ്ഞപ്പോൾ എന്തായി? മസ്മുൽ മുദീരി. മുദീറിന്റെ ഹെഡ് മാസ്റ്ററിന്റെ പേരെന്ത്? അതേ ഉച്ചാരണമാണ് ഇബിനിന്റെ ഈക്കുമുള്ളത്. ഇബിനു ഖാലിദിൻ. ഇബിനു ഖാലിദിൻ അർത്ഥം ഖാലിദിന്റെ മകൻ. ഈ ഉപയോഗിച്ചു. ഇബിനു ഖാലിദിൻ ഫിൽ മദ്രസത്തി. ഖാലിദിന്റെ മകൻ സ്കൂളിലാണ്. വബിനു ഹാമിദിൻ. വബിനു ഹാമിദിൻ. വാ ചേർത്തപ്പോൾ ഇബിനു എന്നല്ല പറയുക, വബിനു ഹാമിദിൻ. ജാമിയയിലാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഇബിനുൽ മുദർരിസി ഫിൽ ഫസ്ലി. അധ്യാപകന്റെ മകൻ ക്ലാസ്സിലാണ്. ഐനബിനുൽ മുദീരി. ഐനബിനുൽ മുദീരി. അതിനോടൊപ്പം ചേർത്ത് എന്നല്ല പറയുക, ഐനബിനുൽ മുദീരി. ഓക്കെ. അതേപോലെ ഇവിടെ അർ റസൂലു, അൽ കഅബത്തു. ഇവിടെ എന്ത് പറയും? അൽ ഇസ്മു എന്നല്ല, അൽ ഇസ്മു. അൽ ഇസ്മു. അല്ലിന് ലാമിന് സുക്കൂനില്ല ഇവിടെ. അൽ ഇസ്മു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇസ്മിന്റെ ഈ ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാകാത്തതാണ് എന്ന്.
അപ്പൊ പിന്നെ അലിന്റെ ലാമിനാണ് കെസ് കൊടുക്കുന്നത്. അലിസ്മു അലിസ്മു അലിസ്മു. കേൾക്കില്ല. അപ്പൊ അലിബിനു. ഓക്കെ. അതേപോലെ അൽ ഇബിനു എന്നല്ല പറയുക, അലിബിനു അലിബിനു. അല്ലിന്റെ ലാമിനാണ് കെസ് കൊടുക്കുന്നത്, അലിബിനു. ഇതേപോലെ അലിസ്മു എന്ന് പറയുന്ന വാക്ക് ഖുറാനിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? തജ്വീദൊക്കെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് തജ്വീദൊക്കെ പഠിക്കുന്നില്ലേ? അങ്ങനെ ഓർമ്മയുണ്ടോ? ആരെങ്കിലും പറയും. അത് ഉറക്കെ പറയും. ഇങ്ങനെയാണോ ഉറക്കെ പറയുന്നത്? അപ്പൊ ബിഇസ കഴിഞ്ഞിട്ട് ലിസ്മു ആണ്, അല്ലില്ല. ബിഇസലിസ്മു ഒന്നുമില്ല, ബിഇസലിസ്മുൽ ഫുസൂഖ്. ഓക്കെ. അൽ അമ്മു. അമ്മ ആരാണ്? പാറ്റേണൽ ഇറ്റർണൽ അങ്കിൾ. പാറ്റേണൽ അങ്കിൾ. അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. പിതൃവ്യൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാറ്റേണൽ അങ്കിൾ എന്ന് പറയാം. ഖാലാണെങ്കിലോ മാറ്റേണൽ അങ്കിൾ. അതിന് അമ്മാവനെന്ന് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അറബികൾ അമ്മി എന്ന് വിളിക്കുന്നുണ്ടല്ലോ. നമ്മളൊരാളെ ഇക്ക എന്ന് വിളിക്കുന്ന പോലെ അവരെന്താ വിളിക്കല്? അമ്മി. എളാപ്പ എന്നാണ് വിളിക്കല്. നമ്മള് ഒരു മുതിർന്ന ആളെ നമ്മൾ മാമ, കാക്ക എന്നൊക്കെ വിളിക്കില്ലേ? ഇക്ക എന്നൊക്കെ വിളിക്കുമല്ലോ. ഞങ്ങളുടെ നാട്ടില് മാമ എന്നുള്ളത് ഫേമസ് ആണ്, മാമ എന്ന് വിളിക്കും. അപ്പൊ എന്താ, ആ അർത്ഥത്തിലാണ് അവര് അമ്മ എന്ന് വിളിക്കുന്നത്. ഒരു മുതിർന്ന ആളിനെ അങ്ങനെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ എന്ന് പറയുമ്പോ വാപ്പയുടെ സഹോദരൻ. ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ഓക്കെ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ താ ചേർത്താൽ അതിന്റെ സഹോദരിയാകും. അമ്മന്റെ കൂടെ താ ചേർത്താൽ അമ്മത്ത്. അപ്പൊ എന്താവും? വാപ്പയുടെ സഹോദരി. അമ്മായി. അമ്മായി പറയരുത്. ഞങ്ങളമ്മായി എന്നാ പറയാ. നിങ്ങൾ അമ്മായി എന്നാ പറയരുത്. പക്ഷെ അപ്പം ഉമ്മയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് എന്ത് പറയും? അമ്മായി. അത് അമ്മായി. അത് അമ്മായി. അത് അമ്മായി. അതുകൊണ്ട് രണ്ടും തിരിച്ചു പറയാൻ വേണ്ടി നമ്മള് പരീക്ഷയ്ക്ക് എഴുതിയാല് അമ്മ ചോദിച്ചാൽ വാപ്പയുടെ സഹോദരൻ, അമ്മത്ത് ചോദിച്ചാൽ വാപ്പയുടെ സഹോദരി. ഖാല് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ഖാല് താ ചേർത്താൽ ഖാലത്തും പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരി. അപ്പൊ അമ്മാത്തും ഖാലാത്തും ഒക്കെ ഖുറാനിലുണ്ട് കേട്ടാ. ഖാലാത്ത് അമ്മാത്തൊക്കെ ഖുറാനിലുണ്ട്. അപ്പൊ അത് നോക്കി പഠിക്കാം. ഓക്കെ. അപ്പൊ സയ്യാറത്തുൽ മുദർരിസി എന്ന് പറഞ്ഞപ്പോ സയ്യാറത്തിന് എന്ത് പറയും? മുലാഫ് എന്ന് പറയും. മുദർരിസിന് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അപ്പൊ ഇലാഫത്ത് ചെയ്തു എന്ന സംഭവം പഠിച്ചാൽ മതി. മുലാഫ് ഇലൈഹി എന്നൊക്കെയാണ് പറയുന്നത്. മസ്മുൽ വലദി. മസ്മുൽ വലദി. മാ ഇസ്മുൽ വലദി എന്നല്ല വായിക്കേണ്ടത്, മസ്മുൽ വലദി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ മാക്ക് മാ ഹദ എന്ന് പറഞ്ഞെടുത്ത് മാക്ക് ദീർഘമുണ്ട്. മസ്മുൽ വലദി എന്ന് പറഞ്ഞപ്പോ മാക്ക് ദീർഘം ഇല്ല. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫിന് മുമ്പ് ദീർഘം വന്നാൽ ആ ദീർഘവും പോകും, ചേർത്ത് വായിക്കുന്ന അലിഫും പോകും. ഇസ്മിന്റെ അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്നതാണ്. അതിന് മുമ്പ് മാ വന്നാൽ ആ മായുടെ ദീർഘവും പോകും, ഇസ്മിന്റെ അലിഫും പോകും. മസ്മുൽ വലദി. ഓക്കെ. 5 പാഠവും റിവൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോയിട്ട് അവിടെയൊക്കെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഉറപ്പായും പഠിച്ചു തീർന്നു എന്നതെല്ലാവരും അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ ആണോ? അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഇടണം. എനിക്ക് പാഠം ശരിയായില്ല, ഈ പറഞ്ഞ് ശരിയായില്ല. ടെക്നിക്കൽ വാക്കിലൊന്നും ഈ മുലാഫ് ഇലൈഹി എന്നൊക്കെ പറഞ്ഞ എന്താണ് ടെക്നിക്കൽ വാക്കുകളാണ്. അതിലൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാൻ പോകില്ല.
മറിച്ച് എന്താണ് മീനിങ്, സെന്റൻസിന്റെ ഘടന വാക്യത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക. ഓക്കെ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, أي ملاحظة، أي اقتراحات، any comments? No comments. നല്ല كيف حالكم؟ വെരി പോസിറ്റീവ്. അൽഹംദുലില്ലാ. كيف حالكم؟ الحمد لله. ഹൈർ സമാൻ ഹൈർ. അല്ല അൽഹംദുലില്ലാ ഒരു സഹോദരി പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ ബിഖൈർ. സഹോദരി അൽഹംദുലില്ലാ പിന്നെ ബാക്കി ഖൈർ തമാം. ത്വയ്യിബ അല്ല ത്വയ്യിബ. അൽഹംദുലില്ലാ ഖൈർ തമാം. ഖൈർ വാക്കി പറഞ്ഞിട്ട് നിങ്ങൾ ത്വയ്യിബ് എന്ന വാക്ക് ഉപയോഗിച്ചില്ലേ? ത്വയ്യിബ് ഞാൻ പറഞ്ഞു. പറഞ്ഞ ആരോ പറഞ്ഞു ത്വയ്യിബ് പറഞ്ഞു. ത്വയ്യിബ് പറയണമെങ്കിൽ ആണായിരിക്കും. ഉസ്താദെ ഹൈർ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്ക് വ്യത്യാസം. ഖൈറിന് ബി ഖൈരിൻ എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാ ബി ഖൈരിൻ, ബി ഖൈരിൻ. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പഠിച്ചതുപോലെ പറയണം. അൽഹംദുലില്ലാ ബി ഖൈരിൻ. അത് സഹോദരി അതുകൊണ്ടാണ് ബി ഹൈരി എന്ന് പറയുന്നത്. അല്ലല്ലല്ല, ബി വന്നപ്പോഴാണ് ഖൈരിൻ കെസ് കൊടുത്തത്. ഉസ്താദ് ഒരു ഡൗട്ട്, അതായത് ഹൈറിന് കുത്തില്ലാത്ത അവസ്ഥയിൽ അർത്ഥം എന്തായിരിക്കും? അതിലേക്ക് നമ്മൾ പോകണ്ടായിട്ടാ. ഇല്ല സോറി നമ്മള് ലാംഗ്വേജ് പഠിക്കുമ്പോ അതിലേക്കൊന്നും പോകണ്ട. അതെന്തിനാണെന്ന് ചോദിച്ചാല് അറബി ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി, അതറിയാണ്ട് വന്നു പോണ. കലത്തിന് നീട്ടി പറഞ്ഞു നോക്കിയേ ഞങ്ങള്. കലം, മലയാളത്തിലെ കലം നീട്ടി പറഞ്ഞു നോക്കിയേ. കാലം എന്തായി? പിന്നെ കറിയെ നീട്ടി പറഞ്ഞു നോക്കിയേ. ഒരുപാട് വ്യത്യാസമില്ലേ? അപ്പൊ മലയാളത്തിൽ തന്നെ കുറെ വാക്കുകളുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കുറെ വാക്കുകളുണ്ട്. നമുക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞാനൊന്ന് പെർമിഷൻ ചോദിക്കാണ്, ഞാൻ വിടുകയാണ്. അല്ല പറഞ്ഞതാണ് നമ്മൾ അതില് അവിടെ ഡോട്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആയിപ്പോ, ഡോട്ട് ഇല്ല ഇങ്ങനെ ആയിപ്പോ. ഈ തജീദ് പറയുമ്പോഴൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾ അറബി പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പറയാതിരിക്കും കേട്ടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയൊക്കെ സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഒരു വർഷം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് വയൽ മഹബൂബ് അല്ലെങ്കിൽ ശരിയായോ ഇല്ലല്ലോ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നിയ്യത്ത് വെച്ച് പരിഗണിക്കുക. അറബി ലളിതമായ ഭാഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? കെട്ടിക്കൊടുക്കാക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, പ്രയാസമാക്കി കൊടുക്കുക. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ബശ്ശിറു വലാ തുനഫിറു. എന്താ പറഞ്ഞത്? ബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, വലാ തുനഫിറു, വെറുപ്പിച്ച് കളയരുത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെറുപ്പിച്ച് കളയും. അപ്പൊ ഞാൻ പറഞ്ഞത് അല്പസ്വല്പ ഉച്ചാരണത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കണം. റഷീദ് സാർ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ, ഉച്ചാരണം ശരിയാക്കണം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? അവിടെ അൽഹംദുലില്ലാഹി ബി ഖൈർ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതേപോലെ തയ്യിബ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു സ്ത്രീ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ആരോഗ്യവതിയാണ്. അതേപോലെ ജസാക്കുമുല്ലാഹു ഖൈറൻ, ജസാക്കുമുല്ലാ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഖൈറൻ പറയണം, അല്ലെങ്കിൽ ഖൈറാ നീട്ടി പറയണം. ഓക്കെ. അപ്പൊ ഇതുവരെ പഠിച്ചാൽ എന്തെങ്കിലും സംസാരിക്കാൻ അറിവ് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് പേരെല്ലാം കൂടി ചേർന്നിട്ട്. ഏത് ഗ്രൂപ്പ്? ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണോ? നമ്മൾ ഈ ക്ലാസ്? അതെ അതെ, ഞങ്ങളൊന്നും ഇല്ലല്ലോ അതില്. ആവശ്യമുള്ളവർക്ക് സ്ത്രീകൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. സ്ത്രീകൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. സ്ത്രീകൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും, പുരുഷന്മാർ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് അറിവ് ചർച്ച ചെയ്യും. എന്നിട്ട് ഉസ്താദ് പഠിപ്പിച്ചത് എങ്ങനെയുണ്ടെന്ന് ചർച്ച ചെയ്യും. നമ്മൾ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചർച്ച ചെയ്യും. ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. ഓക്കെ. അപ്പൊ ഇതോടുകൂടി റിവിഷൻ തീർന്നു. അടുത്ത പ്രാവശ്യം 6ാമത്തെ പാഠം എടുക്കും. ഓക്കെ ആണോ? ഓക്കെ. അതാ പരീക്ഷ നടത്തണോ?
യെസ്. നടത്തിക്കോ. ടെസ്റ്റ് പേപ്പർ നടത്തണം. ടെസ്റ്റ് പേപ്പർ നടത്തിയാൽ എനിക്ക് പണി കൂടില്ല. പിന്നെ ഇവാലുവേഷൻ അയക്കണം, പിന്നെ ഞങ്ങൾ മാർക്ക് എത്രയാണെന്ന് ചോദിക്കും, പിന്നെ അതിന്റെ ആൻസർ ഷീറ്റ് തരാൻ പറയും. അപ്പൊ നമുക്ക് സ്റ്റാഫ് കുറവായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങളെന്തായാലും ഞാൻ പഠിപ്പിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. പഠിച്ചോളാം. പരീക്ഷ എഴുതണം. അല്ലാതെ ഈ പരീക്ഷ എന്തായാലും വരും, പരീക്ഷ വരും. പക്ഷെ ഇപ്പോൾ പരീക്ഷ നടത്തുന്നില്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام ورحمة الله وبركاته. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته.